രുദ്രന്റെ അവതാരം ഹനുമാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അതായത് നമ്മളെ ശിവൻ തന്നെ 12 രൂപത്തിൽ വരുന്നുണ്ട്. അതാണ് അതിന് പുരാണങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ രുദ്രനായിട്ട് കാണാം. ശിവൻ രുദ്രനാവണുണ്ട്, 12 രുദ്രന്മാരുണ്ട്. ശിവനിങ്ങനെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ക്രിയകൾ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള കഥകൾ. ഇത് നമ്മൾ വിഷയം പറഞ്ഞ കാട് കയറി ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരൂല. രുദ്രൻ്റെ അവതാരമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിന്നെ നേരത്തെ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ഈ ഗോചരവശാൽ എന്നൊക്കെ പറഞ്ഞ അതിപ്പോൾ നമുക്ക് ശനിദശയാണെന്ന് വയ്ക്കാം. അപ്പോൾ ശനിദശ ഇങ്ങനെ വരണ സമയത്ത് നവഗ്രഹങ്ങളുടെയും ഫലം ഇതിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ ഗോചരവശാൽ ഇപ്പോൾ ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ശനി ദശയിൽ ആ ശുക്രൻ്റെ ആ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹനിലയുള്ള ഒരാൾക്ക് അപ്പോൾ ആ ശുക്രനെ ഉപാസിക്കുമ്പോൾ ശനിയുടെ ആ ഫലം കുറേ ആശ്വാസം കിട്ടും. അവിടെ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ 9 ഗ്രഹങ്ങളും ചാരവശാൽ അതിൻ്റെ ചിത്രീകരിക്കുന്നതാണ് ഗോചര ഫലം എന്ന് പറയുന്നത്. വേറെ പിന്നെ ചോദിക്കാൻ വന്നത് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ഇത്, അതായത് ചൊവ്വാദോഷമുള്ള പുരുഷനാണെങ്കിൽ ചൊവ്വാദോഷമുള്ള സ്ത്രീയാണ് വിവാഹം കഴിക്കാമുള്ളൂ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ 7ാം ഭാവം ചിന്തിക്കുമ്പോൾ ലഗ്നാൽ 7ൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷം എന്ന് പറയും. അപ്പോൾ ഈ ചൊവ്വാദോഷം എന്നാൽ എന്താണ്? ദീർഘായുസായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം കിട്ടില്ല എന്നാണ്. 7ാം ഭാവമാണ് വിവാഹം, മദനാലോക, ഭാര്യ ഭർത്തൃ സമാഗമ, ശയ്യാസ്ത്രീ, ആത്മനഷ്ടാർത്ഥ, മൈഥുനാനമി, സപ്തമാൻ. ഇങ്ങനെ 7ാം ഭാവത്തെ കൊണ്ട് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഭാര്യധർമ്മത്തിൽ 7ാം ഭാവത്തിൽ നമ്മൾ ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വ അതിന് വിഘ്നങ്ങളായിട്ട് വരും. അപ്പം നമ്മൾ 7ൽ ചൊവ്വയുള്ള സ്ത്രീക്ക് 7ലോ 8ലോ ചൊവ്വ നിൽക്കുന്ന പുരുഷനെ വിവാഹം ചെയ്യാമെന്നാണ്. ഇത് കാരണം ഒരു സൗഭാഗ്യം, സുമംഗലി ഭാഗ്യം കിട്ടില്ല. ചിലപ്പോൾ കേൾക്കാം, നമ്മുടെ കടുങ്ങല്ലൂർ തന്നെ പാട്ട് പഠിപ്പിച്ചിരുന്ന ഒരാളും ഭാര്യയും ഒന്നിച്ച് പോകുമ്പോൾ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ 2 പേരും മരിച്ചുപോയി. അപ്പോൾ അവർ 2 പേരും ചിലപ്പോൾ ഒന്നിച്ച് പോവാം. ഇതല്ലെങ്കിൽ ഇവർ അകന്ന് ജീവിക്കുക. ഭാര്യ കാസർഗോഡും മറ്റയാൾ കന്യാകുമാരിയിലായിരിക്കും ജോലി. അങ്ങനെയും ആ ചൊവ്വാദോഷത്തിന് നമുക്ക് ശാന്തി ഉണ്ടാവും, ശക്തമായതാണ്. അതല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട്. അതനുസരിച്ച് നീങ്ങിയാലും ഉണ്ടാവും. ഇത് തന്നെയാണ് സന്താന സൗഭാഗ്യക്കുറവ് പറയും. 5ാം കൂറ് പുരുഷനെ കിട്ടുമ്പോൾ മക്കളൊക്കെ ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് ദോഷം ഉണ്ടാവും. ഇങ്ങനെ ഇത് ഒരു ബൃഹത്തായ വിദ്യയാണ്. നമ്മൾ ഒരു നിമിഷവും കൊണ്ട് ചേരുന്നതല്ല. പക്ഷെ നമ്മളിൽ എല്ലാവരിലുള്ള ഈശ്വരീയ അംശത്തെ കണ്ട് നമ്മളെന്താ ഭാരതത്തിൽ നമസ്കാരം പറയുന്നത്? അവിടെയുള്ള ഇപ്പോൾ ചിത്രയെ കണ്ടാലും നമസ്കാരം. അപ്പോൾ ചിത്രയിലുള്ള ആ ചൈതന്യത്തിനാണ് ഞാനീ തൊഴുന്നത്. എന്നിലുള്ള ചൈതന്യത്തെയാണ് നമ്മൾ ഇങ്ങോട്ട് തൊഴുന്നത്. അവിടെ വെറുതെ സായിപ്പിൻ്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോക്കല്ല. ഓക്കെ, വേറെ എന്താണ്? പിന്നെ വിഷുബലം എന്ന് പറയുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും സ്വാമി ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പൊതുവായിട്ടൊരു ഇത് പറഞ്ഞെങ്കിലും ഈ സമയം അനുസരിച്ച് പിന്നെയും അതിസമ്പന്ന യോഗമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെതായ ഗുണം അവർക്ക് കിട്ടും. അതാണ് അതിസമ്പന്ന യോഗത്തിൻ്റെ കുറേ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അതനുസരിച്ച് ഉപാസന ചെയ്ത് ആ ഫലം കാക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചോദിക്കാനുള്ളത്, പണ്ടൊക്കെ നമ്മൾ ജാതകം നോക്കുമ്പോൾ അതായത് ജനിച്ച സമയം പിന്നെ തീയതി അത് വെച്ചിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ഇതിൽ നമ്മൾ ഇന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവർ ജനിച്ച സ്ഥലവും കൂടി ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സ്വാമി? സ്ഥലം ചോദിക്കാനുള്ള കാരണം ഗ്രീനിച്ചിൻ്റെ 0 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ സമയവ്യത്യാസങ്ങൾ ജ്യോത്സ്യന്മാർ നോക്കണത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സൂര്യോദയം നോക്കിക്കഴിയുമ്പോൾ എറണാകുളത്ത് വരുമ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ മാറ്റം വരും. അങ്ങനെ ഓരോ ജില്ലയിലും സൂര്യോദയം അനുസരിച്ച് സമയങ്ങളുടെ ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ജനിച്ച സ്ഥലം ചോദിക്കുന്നത്. അപ്പോൾ ആ സൂര്യൻ്റെ ഉദയം അനുസരിച്ചാണ് നമ്മൾ ലഗ്നത്തെ കാണിക്കുന്നത്. അപ്പം രാത്രിയാണോ പകലാണോ, ആ സൂര്യ ഉദയം എപ്പോഴാണ്, അസ്തമയം എപ്പോഴാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ലഗ്നം കണ്ടുപിടിക്കുന്നത്. ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് കുന്തലഗ്നം എന്നും പറഞ്ഞ് ജ്യോതിഷത്തിൽ വേറൊരു ഉണ്ട്. ഒരു സമയം അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാവുന്ന ആൾ കുന്തലഗ്നം എടുത്തിട്ട് ഫലം പ്രവചിക്കും. ഇങ്ങനെ നമ്മൾ അതാണ് സൂര്യൻ്റെ ബർത്ത് പ്ലേസ് ചോദിച്ചിട്ട് ജാതകം പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഇതനുസരിച്ച് എന്താണ് 30 മുക്കോടി ദേവതകളും എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താ 30 മുക്കോടി ദേവതകളും? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നമ്മളിവിടെ ഇലക്ഷൻ കഴിഞ്ഞ് 150 MLA-മാരിൽ 80 MLA-മാരെ തിരഞ്ഞെടുത്തു. ഒരാളെ മുഖ്യമന്ത്രിയാക്കി, ഒരാളെ ആഭ്യന്തരമന്ത്രിയാക്കി,
ഓരോരുത്തർക്കും ഓരോ വകുപ്പ് കൊടുക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അപ്പോൾ അവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇവർക്കൊക്കെ ഓരോ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 33 ദേവഗണങ്ങളും ഒന്നാണെന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്. അവരെ വിഭിന്ന വകുപ്പുകൾക്ക് വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് 33 ദേവഗണങ്ങൾ. നിങ്ങൾ രാമാന്ന് വിളിച്ചാലും കൃഷ്ണാന്ന് വിളിച്ചാലും ദേവി എന്ന് വിളിച്ചാലും ആത്മാർത്ഥമായിട്ട് ഒരാളെ നിരന്തരം അമ്മയെ കാത്തുകൊള്ളുക, അമ്മയെ കാത്തുകൊള്ളുക, ചോറ്റാനിക്കര അമ്മയാണ് അല്ലെങ്കിൽ ഇന്ന അമ്മയാണ്, ഏത് അമ്മയായാലും ആ അമ്മയുടെ വിളി കേൾക്കും. അവിടെ ഞാൻ ശിവനെ ഭജിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ജ്യോതിഷത്തിൽ ഒരു കാര്യം കൂടി പറയും. ഇപ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ദ്രൈംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇത് പാർവതിയുടെ നമ്മൾ മൂലമന്ത്രമാണ്. ഇത് വെച്ചിട്ടാണ് അവിടെ ആ പാർവതിയുടെ ക്ഷേത്രത്തിൽ പൂജിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ പോകാൻ ഇടവന്നു. അവിടുത്തെ മൂലമന്ത്രം ഇയാൾക്ക് അറിയില്ല. ഇയാൾ ആ സർവമംഗളമംഗല്യം എന്നുള്ള മൂലമന്ത്രം ചൊല്ലി വിളിച്ചാലും ശിവൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ അവിടെ വ്യത്യാസം അവിടെ വരില്ല. ആരെ വിളിച്ചാലും ഒന്ന് തന്നെയാണെന്നുള്ള സങ്കല്പം അതാണ്. പിന്നെ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ തന്ത്രിയാണ് പ്രതിഷ്ഠിക്കുന്നത്. ബാക്കി ശാന്തിക്കാരൊക്കെ വളർത്തച്ഛന്മാരാണ്. അവിടെ എന്ത് മാറ്റം വരണമെങ്കിലും തന്ത്രിയാണ് അതിൻ്റെ പ്രധാന കഥാപാത്രം. തന്ത്രി തീരുമാനിക്കണം, ഇത്ര മണിക്ക് തുറക്കണം, ഇത്ര അരിയുടെ പായസം വെക്കണം, ഇന്ന രീതി ചെയ്യണം, ഉത്സവം ഇന്നതായിരിക്കണം. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അത് പോകും. 33 ദേവഗണങ്ങളും ഉണ്ട്. അവരെ ഭരണ കാര്യങ്ങളിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ മന്ത്രിമാരെ നിയമിക്കണ പോലെ ഓരോരുത്തരെ ഓരോ ഔദ്യോഗിക കാര്യങ്ങൾക്ക് നിയമിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. വേറെ എന്താണ് പിന്നെ ഞാൻ ചുരുക്കി പറയണ കേട്ടോ, ഇത് വിശദമായിട്ട് പോയാൽ കട കയറിപ്പോവും. പിന്നെ നമ്മുടെ ഓരോ ജാതകത്തിലും ഇപ്പോൾ ഇന്ന ഒരാൾക്ക് എന്താണ് കേതുവിൻ്റെ അപഹാരമാണ്, അങ്ങനെ അപഹാരമാണ് അങ്ങനെ പറയുന്നത്. ഗോചരവശാൽ ഫലം പറയുന്നത് എന്ന് പറയും. ഇപ്പം നമ്മൾ ബുധദശയുള്ള ഒരാൾക്ക് ബുധൻ്റെ ദശയായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അത് ഇത്ര കൊല്ലം ഇത്ര മാസം ബുധൻ്റെ അപഹാരം, അത് കഴിഞ്ഞാൽ കേതുവിൻ്റെ അപഹാരം, ഇങ്ങനെ ഓരോ. ഇപ്പോൾ ശുക്രൻ്റെ അപഹാരം വരും. ശുക്രൻ്റെ അപഹാരം ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ബുധദശയിൽ ശുക്രൻ്റെ അപഹാരം വരുമ്പോൾ ബുധനെ ശ്രീരാമനെയും ഭജിക്കണം, ദേവിയെയും ഭജിക്കണം. അപ്പോൾ ഗോചരവശാൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് അതൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാവും. അതാണ് ഗോചരഫലം എന്ന് പറയുന്നത്. ഇത് ഈ ബുധൻ്റെ ദശാകാലം മുഴുവനും ബുധൻ്റെ ഭജിക്കണമെന്ന് മാത്രമല്ല ഈ ഗോചര ദേവതകളെയും കൂടി ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ അതിലേക്ക് തിരിയാനാണ് ഗോചരവശാലുള്ള ഫലം പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ജ്യോത്സ്യനെ പോയി കണ്ടു എന്ന് വെച്ചു, അപ്പോൾ ഇന്ന പൂജ നടത്തണം അങ്ങനെ പറയും. അപ്പോൾ അതുപോലെ ഈ പൂജകൾ, അതുപോലെ യാഗങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശരിക്കും നമ്മുടെ പൊല്യൂഷൻ കൂട്ടുമല്ലേ ചെയ്യണത്? അല്ല, അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. യാഗങ്ങളിൽ കൂടുതൽ അർപ്പിക്കുന്നത് എന്താണ്? ഹവിസ്, നെയ്യായിട്ടാണ് അല്ലേ? നമ്മൾ യാഗങ്ങൾ, അപ്പോൾ യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരടിത്തറ നമ്മുടെ ഗുരുനാഥനൊക്കെ പഠിപ്പിച്ച് വന്നിട്ടുള്ള ചെറിയ ഒരു അടിത്തറയാണ്. ഇവിടെ നമ്മൾ ഋഗ്, യജുസ്, സാമം, അഥർവം 4 വേദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഋഗ്വേദത്തിന് പൈല മഹർഷിയും യജുർവേദത്തിന് വൈശമ്പായനൻ, പൈല മഹർഷി, സുബന്ധു മഹർഷി, ഇവരാണ് 4 വേദങ്ങളുടെ ആചാര്യന്മാർ. ഈ 4 വേദങ്ങളുടെ ഇത് വരുമ്പോൾ ഈ വൈശമ്പായന എല്ലാവരും വേദം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൈശമ്പായന മഹർഷിയുടെ ഒരു ബ്രഹ്മഹത്യാ പാപം വന്നു ചേരാനിടവും. അത് നമ്മുടെ പുരാണത്തിലുള്ള ഒരു കഥ തന്നെയാണ്. ആ ബ്രഹ്മഹത്യ പാപത്തിന് ഇദ്ദേഹം തപസ് ചെയ്ത് അതിന് ആ ബ്രഹ്മഹത്യ പാപം കളയണം. പക്ഷെ ഗുരുവിൻ്റെ ബ്രഹ്മഹത്യ പാപം ശിഷ്യന്മാർ തപസ് ചെയ്താലും തീരും എന്നുള്ള ഒരു ശാസ്ത്രം വെച്ചെടുത്ത് 27 പേരും കൂടി നിങ്ങൾ എൻ്റെ ബ്രഹ്മഹത്യ പാപം തീർക്കാൻ വേണ്ടി പറയും. അപ്പോൾ അതിൽ യാജ്ഞവൽക്യൻ എന്ന അതിനിപുണനും കഴിവുള്ള മിടുക്കനായ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഇതിനെന്താ 27 പേരൊക്കെ എന്തിനാ, ഞാൻ പോരെ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അഹങ്കാരമാണെന്നാണ് ഗുരുദേവൻ തെറ്റിദ്ധരിച്ചത്. പക്ഷെ അയാൾ ആത്മാർത്ഥമായിട്ട് കഴിവുള്ള ഒരാളായിരുന്നു. പക്ഷെ അത് ഗുരുദേവൻ മനസ്സിലാക്കാതെ യാജ്ഞവൽക്യനെ ശപിക്കുകയും നീ പഠിച്ചതൊക്കെ ഇവിടെ ഛർദ്ദിച്ചിട്ട് വിട്ടിട്ട് പോകാൻ പറയും. അപ്പോൾ ഇദ്ദേഹം അത് വിട്ടിട്ട് പോകുമ്പോൾ തിത്തിരി പക്ഷി, മറ്റ് ശിഷ്യന്മാരൊക്കെ തിത്തിരി പക്ഷികളായിട്ട് വന്ന് ഇത് കഴിച്ചതുകൊണ്ടാണ് ആ യജുർവേദം ഉരുത്തിരിഞ്ഞു വന്നത്. തിത്തിരി പക്ഷികളായിട്ട് വന്ന് ഇത് കഴിച്ചു. മനസ്സിലായി? യാജ്ഞവൽക്യൻ. അപ്പോൾ ആ യാജ്ഞവൽക്യൻ ഇത് കഴിച്ചിട്ട് തിത്തിരി പക്ഷിയുടെ യജുർവേദത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പോയി സൂര്യനെ തപസ് ചെയ്ത് വാജസേന
രൂപത്തിൽ സൂര്യൻ വന്ന് ഗുരുക്കന്മാർക്കും കൂടി കിട്ടാത്ത ഛന്ദസ്സുകളൊക്കെ കൂടി വാങ്ങിച്ചതാണ് ശുക്ല യജുർവേദം, 5ാമത്തെ വേദമായിട്ട് പറയുന്നത്. ഈ ശുക്ല യജുർവേദത്തിലാണ് ഏറ്റവും വലിയ ഉപനിഷത്തുമായ ഈശാവാസ്യ ഉപനിഷത്തുള്ളത്. പക്ഷേ ഈ 5 വേദങ്ങൾ വന്നെങ്കിലും വേദവ്യാസ ഭഗവാന് കൂടുതൽ മഹിമ വന്നത് മഹാഭാരതം രചിച്ചതിന് ശേഷമാണ്. മഹാഭാരത കർത്താവിൻ്റെ പേരിലാണ് വേദവ്യാസ മഹർഷിക്ക് വേദവ്യാസൻ എന്ന പട്ടം കിട്ടിയത് തന്നെ. കൃഷ്ണദ്വീപിൽ ജനിച്ച് കൃഷ്ണദ്വൈപായനൻ എന്നുണ്ടായിരുന്നു പേര്. അത് കഴിഞ്ഞ് വേദം പകുത്തപ്പോഴാണ് വേദവ്യാസനായത്. അങ്ങനെ വേദവ്യാസ ഭഗവാന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ, അപ്പോൾ വേദത്തെ ഉള്ളിൽ അറിഞ്ഞാലേ നമ്മൾ ഈ പറഞ്ഞതിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. നമ്മൾ ചോദിച്ച പോയിന്റ് എന്താണ്? ഞാൻ മാറിപ്പോകും. ചോദിച്ചതാണ് ഞാൻ ചോദിച്ചത് യാഗങ്ങള്. യാഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ യാഗങ്ങൾ നടത്തുമ്പോൾ അവിടെ ഈ അഗ്നിയിലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ. ഓം ശ്രീ രുദ്രായ സ്വാഹ, ഓം വിഷ്ണവേ സ്വാഹ. ഓരോ ഈശ്വരന്മാരെയും സ്വാഹ പറഞ്ഞ് നെയ്യ് അർപ്പിക്കുന്നത് ഈ അഗ്നിദേവൻ്റെ ഭാര്യയാണ് സ്വാഹ. അഗ്നിദേവൻ സ്വാഹ എന്ന ഭാര്യ ഇതിൻ്റെ ഒരു മധ്യവർത്തിയാണ്. ഈ ഓരോ ദേവന്മാർക്കും എത്തിച്ചു കൊടുക്കുന്നത് ഈ സ്വാഹാദേവിയാണ്. അതുകൊണ്ടാണ് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ സ്വാഹ പറയും. നമ്മൾ നേരിട്ട് വിഗ്രഹങ്ങളിൽ അർപ്പിക്കുമ്പോൾ ഓം നമ ശിവായ എന്ന് പറയും. ഓം നമോ നാരായണായ. ഇത് വിഗ്രഹങ്ങളിൽ പുഷ്പങ്ങൾ അർച്ചിക്കുമ്പോൾ. അഗ്നിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വാഹ പറഞ്ഞ് ഈ അഗ്നി ഉയരുന്ന പുക നമ്മുടെ അന്തരീക്ഷ മലിനീകരണം തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ്. അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ സമയത്ത് എത്ര ശ്വാസം മുട്ടിയുള്ള ആളുകളും ചുമയും ബഹളവും കുറേ കഫമൊക്കെ പോയിക്കുമ്പോഴും അവർക്ക് ഭയങ്കര ആശ്വാസം ആ യാഗത്തിലിരിക്കുന്നവർക്ക് കിട്ടും. ആ യാഗദേവൻ്റെ അനുഗ്രഹം അവിടെ കിട്ടും. അത് ഈ അന്തരീക്ഷം ശുദ്ധി ചെയ്യുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ്. അവിടെ യജ്ഞം നമ്മൾ യാഗങ്ങൾ നടത്തുമ്പോൾ നെയ്യ് ഹോമിക്കുമ്പോഴും കർപ്പൂരം കത്തിക്കുമ്പോഴും, ഇതിനകത്ത് കർപ്പൂരം കത്തിക്കുമ്പോഴും കൂടി ഒരു കാര്യം കൂടി പറയാം. കർപ്പൂരം കത്തിച്ച് ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്ന പോലെ നമ്മൾ കർപ്പൂരത്തിൽ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ തൊഴുത് ഇങ്ങോട്ട് കയറ്റും. ഇങ്ങാട് പോരണേ, ഇങ്ങാടല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മളിലുള്ള സമസ്ത ദുരിതങ്ങളും തീരണേ എന്ന് ആ അഗ്നിയിലേക്ക് ഇങ്ങാട് വിടുക. അപ്പം കർപ്പൂരം കത്തിത്തീരുന്ന പോലെ നമ്മുടെ എല്ലാ ദോഷങ്ങളും തീർത്തു തരണേ എന്ന് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ കർപ്പൂരം കത്തുമ്പോൾ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ മുഴുവൻ തീരണേ എന്ന് വെച്ചാൽ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയും അതോടുകൂടി അത് കർപ്പൂരം കത്തിത്തീരുന്ന പോലെ നമ്മൾ ദോഷങ്ങളും തീർന്നു കിട്ടുമെന്നാണ് എന്നെ പഠിപ്പിച്ച ഗുരു പറഞ്ഞത്. തെറ്റോ ശരിയോ അത് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ അറിവാണ് ഈ പറയുന്നത്. അതുപോലെ അങ്ങനെ അപ്പോൾ അഗ്നി നമുക്ക് പരിസര ശുചീകരണത്തിന് വേണ്ടിയാണ്. അവിടെ നെയ്യായാലും പായസമായാലും ഹവിസായാലും പാല്, തൈര്, ഏകാദശ രുദ്രത്തിന് 11 കൂട്ടങ്ങളാണ് വരുന്നത്. അവിടെ നെയ്യ് ഹോമിക്കണം, തേൻ വേണം, കരിമ്പ് നീര് വേണം, പാല് വേണം, തൈര് വേണം, ഹവിസ് വേണം. ഇങ്ങനെ 11 കൂടുമ്പോഴേ ഏകാദശ രുദ്രവുള്ളൂ. അത് 11 പ്രാവശ്യം ജപിച്ച് 11 ഏകാദശം രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 1 മണി 2 മണിയാകുമ്പോഴൊക്കെയായിരിക്കും തീരുന്നത്. അത്രയും മഹത്താണ് രുദ്രജപത്തിന്. ഋഷീശൻ ഞാൻ നേരത്തെ ഒരു അധ്യായത്തിൽ എപ്പിസോഡിൽ പറഞ്ഞത് രുദ്രം ഭയങ്കര പവർഫുൾ മന്ത്രമാണ്. ഓം ജുംസഹ ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമോ ബന്ധനാത് മൃത്യോർ മുക്ഷിയമമൃതാ സ്വാഹ. അത് പറയുമ്പോൾ ആയുർദൈർഘ്യത്തിനും കൂടി മൃത്യുഞ്ജയ മന്ത്രം വരുന്നുണ്ട്. മനസ്സിലായേ? സാധാരണ നമ്മൾ ഈ അച്ഛൻ മരിക്കാറായി കിടക്കണ്, ഒന്ന് ജ്യോത്സ്യരെ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഇരുന്നുകൊണ്ട് കരിക്ക് വാങ്ങിച്ച് രുദ്രമന്ത്രം ചൊല്ലി ഭഗവാനെ അഭിഷേകം ചെയ്തിട്ട് ശ്രീകോവിലിൽ നിന്ന് ആ ശിവലിംഗത്തിൽ നിന്ന് തന്നെ 2 തുള്ളി കരിക്കും വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കാനാണ്. ഓവിൽ നിന്ന് ഒരിക്കലും എടുക്കരുത്. ക്ഷേത്രത്തിൻ്റെ ഓവിൽ നിന്ന് വന്നത് നെഗറ്റീവ് എനർജിയാണ്. അത് നമ്മൾ തൊടാൻ പാടില്ല. അത് നമ്മൾ ഒട്ടും കഴിക്കരുത്. പഴയ കാലത്ത് എല്ലാ അമ്മമാരും ആ ഓവിയിൽ നിന്ന് വെള്ളത്ത് കുടിക്കും. ഓവിലെ വെള്ളം നമ്മുടെ നെഗറ്റീവ് എനർജി, അവിടെ കഴിയുന്ന സകല പാപത്തിൻ്റെ എനർജി ഓവ് ഭൂതമാണ് താങ്ങുന്നത്. അതിനവിടെ ഒരു ഭൂതത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വലിയ വലിയ ക്ഷേത്രത്തിൽ. അപ്പോൾ അത് അകത്തുനിന്നെടുത്ത് ആ ജലം കൊടുത്താൽ ചിലർക്ക് ആ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഫലം കിട്ടും. ഇല്ലെങ്കിൽ ഭസ്മം ജപിച്ചു കൊടുത്താൽ ഫലം കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ മൃത്യുഞ്ജയ മന്ത്രം ആയുസ് അറ്റു തീർന്നാൽ എത്രയും വേഗം പോകാനും ആയുസ് ഉണ്ടെങ്കിൽ നീട്ടിക്കിട്ടാനും രുദ്രമന്ത്രം നമ്മൾ ജപിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു തത്വം. അതിനകത്ത് ഇനി ഒരുപാട് കാര്യമുണ്ട്. ഇനി ചോദിക്കണതിന് ഉത്തരം പറയാം. സമയം കൂടുതൽ കളയേണ്ടതെന്ന് എഴുതിയിട്ടാണ്. വേറെ എന്താണ്? പിന്നെ നമ്മൾ സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി സ്വാമി.
അതൊരു വലിയ വിഷയമാണ്. സൽസന്താനങ്ങൾക്ക് ജനനം കൊടുക്കണമെങ്കിൽ ഞാൻ പഠിച്ചതനുസരിച്ച് അതിനകത്ത് ഞാൻ സന്താന അരിഷ്ടത വരുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെല്ലാം വിദ്യാസമ്പന്നരായ ആളുകളാണ് വരുന്നത്. ഇവർ പഠിപ്പൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും നമുക്ക് കുട്ടികൾ വേണ്ടട്ടാ, ഒരു 4-5 കൊല്ലം ഇങ്ങനെ നടക്കും. അപ്പോൾ അവരുടേതായ ആ എനർജി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പിന്നെ അവരൊരു സന്താനത്തിന് കൂടുതൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ബീജബലം കുറവായിട്ട് വരും. അപ്പോഴാ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൗണ്ട് കുറവുണ്ട് കേട്ടോ, ആ സ്ത്രീക്ക് ഇന്ന ചില കുറവുകളുണ്ട് കേട്ടോ, ഇന്ന ഗുളിക കഴിക്കണം കേട്ടോ. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണ് സ്വാമി എന്ന് പറയും. സൽസന്താനം ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത്, കൗണ്ട് കുറവുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ചെങ്കദളിപ്പഴം ശരിക്ക് ഒരു 41 ദിവസം ഭാര്യയും ഭർത്താവും രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് അവരെ ബെഡ്റൂമിൽ വന്ന് ബെഡ്റൂമിൽ കാലൊക്കെ തേച്ച് കഴുകി ശുദ്ധമായിട്ട് ബെഡ്റൂമിലിരുന്ന് ശരിക്കും ഭാര്യയും ഭർത്താവും കൂടി ബ്രഹ്മഗായത്രി ജപിക്കുക. ബ്രഹ്മഗായത്രി ശരിക്കും ഒരു 21 പ്രാവശ്യം ജപിച്ച് മറ്റ് ചിന്തകളൊന്നും കൂടാതെ. അപ്പോൾ ഈ പാലും പഴമൊക്കെ ഡെയിലി രാത്രി ഓരോന്ന് 41 ദിവസം കഴിക്കണം. അത് കഴിച്ചിട്ട് ഇവർ ഭാര്യ ഭർത്ത് സൽസന്താനം ഉണ്ടാവണേ ഭഗവാനെ. സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. ആദ്യം നേരത്തെ പറഞ്ഞ സൃഷ്ടികർത്താവിൻ്റെ മന്ത്രമാണ് നമ്മൾ ചൊല്ലണത്. ബ്രഹ്മാവിനെ സ്തുതിച്ചിട്ട് ഭാര്യ ഭർത്തൃ സംഗമം നടത്തുക. ആ നടത്തുമ്പോഴും അമാവാസി പാടില്ല, സന്ധ്യാസമയം പാടില്ല, ചതുർത്ഥി പാടില്ല. ശുഭ ദിവസമാണെന്നൊന്ന് നോക്കുക. അറിഞ്ഞുകൂടെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ളൊരു ജ്യോത്സ്യരോട് മുഹൂർത്തം എന്തായിരിക്കും ഈ മാസത്തിൽ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ ആ ഋതുവായ പെണ്ണിൻ്റെ ഏതൊക്കെ ദിവസം പുരുഷനെ പ്രാപിക്കാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരിൽ നിന്നും നേരത്തെ ഭാര്യയോ ഭർത്താവോ അന്വേഷിച്ച് ശുഭസമയം കണ്ടെത്തിയിട്ട് വേണം ഇതിന് ഒരുമ്പിടാനായിട്ട്. അല്ലാതെ സന്ധ്യാസമയത്തും അമാവാസിക്കൊക്കെ പോയി ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് മന്ദബുദ്ധിയും മിണ്ടാത്ത കുട്ടികളൊക്കെ ആയിട്ട് ജന്മം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സൽസന്താനത്തിൻ്റെ ലക്ഷ്യമാണുണ്ടെങ്കിൽ കുറച്ച് പ്രയത്നവും തപസ്സും ആവശ്യമാണ്. അത് ആ എനർജി ഭാര്യ ഭർത്താക്കന്മാരെടുത്ത് നല്ല സമയം നോക്കി സൽസന്താനത്തിൻ്റെ മാത്രം ചിന്തയോടുകൂടി ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിച്ചാൽ സൽസന്താനം ഉണ്ടാവും. ഇത് സംശയമൊന്നുമില്ല. 41-ാം ദിവസം ഞാൻ പറയാറുള്ളത്, നിങ്ങൾ രാമേശ്വരത്ത് പോയി പിതൃക്കളെയല്ല, രാമേശ്വരത്ത് നിങ്ങൾ പോകണമെന്ന് നിൽക്കുമ്പോഴും നമ്മുടെ പൂർവികരായ 7 തലമുറയിലെ പിതൃക്കളൊക്കെ എൻ്റെ മക്കൾ വരണ്ടെന്നുള്ള സന്തോഷത്തിൽ അവിടെ വരും. അവർക്ക് വേണ്ടി തർപ്പണമെല്ലാം ചെയ്യുക. അത് കഴിയുമ്പോൾ അവിടെ സന്താന ഗണപതി എന്ന് പറഞ്ഞൊരു പ്രത്യേക ആരാധനാക്രമമുണ്ട്. അവിടെയും വഴിപാടൊക്കെ കഴിച്ച് വരിക. നമ്മൾ ശാന്തിക്കാർക്ക് കൊടുക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലരൊക്കെ സന്താനം ഉണ്ടായിട്ടുണ്ട്. സന്താനം ഉണ്ടായിട്ട് വസ്ത്രവും ദക്ഷിണയും ഇവിടെ വന്നവരുമുണ്ട്. അപ്പോൾ അനുഭവത്തിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.